തനിക്ക് പടക്കം വാങ്ങി തന്നത് CPIM നേതാക്കൾ തന്നെയെന്ന് മണ്ണാർക്കാട് CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞ അഷ്റഫ് കല്ലടി 24-നോട്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടവും CPIM ലോക്കൽ സെക്രട്ടറി മൻസൂറുമാണ് ഇതിനു പിന്നിൽ. ധൈര്യമുണ്ടെങ്കിൽ പടക്കം പൊട്ടിക്കാൻ വെല്ലുവിളിച്ചെന്ന് അഷ്റഫ് കല്ലടി പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ വ്യക്തിപരമായിട്ട് മൻസൂറും ശ്രീരാജും എന്നെ പെടുത്തിയതാണ്. അതിൽ ആര് വലിച്ചു വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാം മൻസൂറാണ് വണ്ടിയിലിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എല്ലാം അവിടെ സംസാരിക്കുകയായിരുന്നു. ഇടത് കോൺസ്റ്റന്മാരും ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് പ്രവർത്തകരുണ്ടായിരുന്നു. ശ്രീരാജും ഉണ്ടായിരുന്നു കൂടെ. ശ്രീരാജാണ് വെല്ലുവിളിച്ചിട്ട് നീ ആൺകുട്ടിയാണെങ്കിൽ ഇവിടെ പൊട്ടിക്കണം എന്ന് പറഞ്ഞ് മൻസൂറാണ് ഇത് വാങ്ങി തന്നതും ചെയ്യിപ്പിച്ചത്. എന്നാൽ ആരോപണം ശ്രീരാജ് വെള്ളപ്പാടം നിഷേധിച്ചു. കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ വല്ലതും വിളിച്ചു പറയുകയാണ് എന്നായിരുന്നു പ്രതികരണം. ഈ ആളെ വ്യക്തിപരമായി നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്നയാളാണ്. ഇയാൾ കുറെ മുമ്പ് പാർട്ടി സംവിധാനത്തിൽ ഭാഗമായി നിന്നിരുന്ന ആളാണ്. ഇടക്കാലത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം പാർട്ടി നേതാക്കളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പാർട്ടി വിരുദ്ധ ഫേസ്ബുക്ക് മാത്രം ഇടുന്ന ഒരാളാണ്. ഇപ്പോ അയാള് കയ്യോടെ പിടിക്കപ്പെട്ടത് കൊണ്ട് തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില ഇന്നലെ ഞാൻ അയാളെ കണ്ടിട്ടില്ലല്ലോ. ഇന്നലെ അയാളെ കണ്ടിട്ടുണ്ട്. അയാള് സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ട്. അനുജ, ഈ അഷ്റഫ് കല്ലടി എന്നയാൾ 2 ദിവസം മുൻപ് മാത്രമാണ് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളത്. അഷ്റഫ് കല്ലടി സ്ഥിരമായി CPIM-നെ അപഹസിച്ചുകൊണ്ട് ഒരു PK ശശി അനുകൂലിയാണ്. CPIM-നെ നേതാക്കൾക്കെതിരെ സ്ഥിരമായ രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആളാണെന്നാണ് പറയുന്നത്. അഷ്റഫ് കല്ലടി വരുന്നു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ പങ്കെടുത്ത ആ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിൽ PK ശശിയും ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ വന്ന് വലിയ കയ്യടിയൊക്കെ PK ശശിക്ക് വേണ്ടി നൽകി. അതിനുശേഷം ആണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഇത്തരത്തിൽ CPIM നേതാക്കളുമായി കാണുന്നത് എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് ഒരു വെല്ലുവിളി നടത്തി. ഞാൻ വേണമെങ്കിൽ പടക്കം എറിയുമെന്ന് പറഞ്ഞു. ഞാൻ ധൈര്യമുണ്ടെങ്കിൽ പടക്കം പൊട്ടിക്കട എന്ന് ഇത്തരത്തിലുള്ള CPIM നേതാക്കളും പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പറയുന്ന ഗുരുതരമായ ആരോപണം ശ്രീരാജ് വെള്ളപ്പാടവും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ മൻസൂർ എന്ന CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും, ഈ 2 പേരാണ് വെല്ലുവിളിച്ചത്. പടക്കവും അവർ തന്നെയാണ് വാങ്ങി നൽകിയത് എന്നാണ് ഗുരുതരമായ ആക്ഷേപമാണ് ഉണ്ടായിരുന്നത്. നല്ല മദ്യലഹരിയിലായിരുന്നു ഇയാളെന്ന് CPIM-ന്റെ നേതാക്കൾ പറയുന്നുണ്ട്. ആ മദ്യലഹരിയിൽ ആ ഓഫീസിന്റെ മുൻവശത്ത് കൂടി കയറി ചെന്ന് അവിടെ ഏരിയ സെക്രട്ടറി ഉണ്ടോ എന്ന് അന്വേഷിച്ച ശേഷമാണ് പുറത്തു വന്ന് പടക്കം പൊട്ടിച്ചിരിക്കുന്നത്. അതായത് ഈ പടക്കം വാങ്ങി നൽകി എന്ന ഒരു ആരോപണമാണ്. പ്രതിയാണ്, പിടിക്കപ്പെട്ടയാളാണ് അയാൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രതികരണമാണ് ഈ ജയിലിൽ നിന്ന്, ഈ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇപ്പോൾ അല്പസമയം മുൻപ് മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് ഹാജരാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലഭിച്ചത്.